ആഴ്ച വീക്കിലി റിവ്യൂ ഇട്ടിട്ടില്ലായിരുന്നു, നമുക്കത് റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ഞാൻ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ട്രേഡ് ദ പൂളിൻ്റെ റൂൾസ് വെച്ച് നോക്കുമ്പോൾ 10 സെൻറ്റിന് താഴെയുള്ള പ്രോഫിറ്റായിട്ട് കൂട്ടത്തില്ല. പക്ഷേങ്കിൽ ഇപ്പം ഞാനത് പ്രോഫിറ്റായിട്ട് കൂട്ടിയിട്ടുണ്ട്. അല്ലെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒരു വ്യത്യാസം ഉണ്ടാകും. എന്നാലും നമ്മൾ നോർമലായിട്ടാണ് കൂട്ടിപ്പോകുന്നത്. ട്രേഡ് ദ പൂളിൻ്റെ റൂൾ വെച്ചിട്ടല്ല, അല്ലാതെ തന്നെയാണ് കൂട്ടിപ്പോകുന്നത്. ഓക്കെ, നമുക്ക് തിങ്കളാഴ്ച 14 ഓർഡർ. ആദ്യത്തെ ദിവസം നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയായിരുന്നു ഒരു ട്രേഡ് ലോസ്. അത് ടെസ്റ്റിങ് നടത്തി പോയതാണ് ഒരു ലോസ്. എന്നാലും നമ്മൾ പോസിറ്റീവായിട്ട് പോകുന്നതല്ലാണ് ക്ലോസ് ചെയ്ത്. ചൊവ്വാഴ്ച നമുക്കൊരു $60 പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. ബുധനാഴ്ച അത്യാവശ്യം നല്ലൊരു ദിവസമായിരുന്നു. ഇത് വളരെ ചെറിയ അക്കൗണ്ടാണ്, ഒരു $20,000 ഉള്ളൂ. പഴയ പ്രൊഫോമിൽ നമ്മൾ $50,000 ആയിരുന്നു ആ അക്കൗണ്ട്. സോ അതിൻ്റെ വ്യത്യാസമുണ്ട്. പ്രോഫിറ്റ് കാണുമ്പോൾ ഇത് കുറച്ചുള്ളെന്ന് തോന്നും, പക്ഷേ അക്കൗണ്ടിൻ്റെ വ്യത്യാസമുണ്ട്, അതുകൊണ്ടാണ്. സോ വ്യാഴാഴ്ച നമുക്ക് നെഗറ്റീവ് ആയിരുന്നു 18. വെള്ളിയാഴ്ച നെഗറ്റീവ് ആയിരുന്നു. ഈ നെഗറ്റീവ് -9 വന്നത് ഒരു ചെറിയൊരു പ്രോഫിറ്റ് ഉണ്ട്, $16 എങ്ങാണ്ട്. പക്ഷേങ്കിൽ ആ $16 10 സെൻറ്റിന് താഴെ ആയതുകൊണ്ട് നമുക്കത് പ്രോഫം കൂട്ടത്തില്ല പ്രോഫിറ്റായിട്ട്. പക്ഷേ ഞാൻ ഇവിടെ പ്രോഫിറ്റായിട്ട് കൂട്ടും. അപ്പം ഇത് ലോസ് വരുമ്പോൾ ഇത് $16 കൂടെ പ്രോഫം കൂട്ടും. ഓക്കെ, സോ അപ്പം ഞാൻ ഇത് ഇവിടെ ഇപ്പം നോർമലായിട്ട് തന്നെ കൂട്ടിയേക്കുന്നത്, നമ്മൾ നേരത്തെ ചെയ്യുന്ന പോലെ തന്നെ. ഓക്കെ, ഓരോ പ്രോഫമിനും ഓരോ റൂൾസാണ്. അപ്പം നമ്മൾ അതനുസരിച്ചായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ടോട്ടൽ നമുക്ക് $154 പ്രോഫിറ്റാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ എടുത്തത്. സോ ഈ ആഴ്ച ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട്, ഇന്ന് തൊട്ട് ട്രേഡിങ്. ശരിക്കുള്ള പ്രോഫോമിൻ്റെ റൂൾസ് പ്രകാരം കുറച്ച് വ്യത്യാസം ഉണ്ടാവും. കാരണം 10 സെൻറ്റും റിസ്കിൽ താഴെയുള്ള ഒരു 10 സെൻറ്റിന് താഴെയുള്ള പ്രോഫിറ്റുകൾ കൂട്ടത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.